എല്ലാ വകുപ്പുകളെയും കോർത്തിണക്കിക്കൊണ്ട് ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം എല്ലാ വകുപ്പുകളെയും കോർത്തിണക്കിക്കൊണ്ട് പൊതുജന പങ്കാളിത്തത്തോടുകൂടി വലിയ ആൾക്കൂട്ടങ്ങളുള്ള മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളെ കണ്ടെത്തി ആ മേഖലകളെ മാലിന്യമുക്തമാക്കുവാൻ, അവരിലൂടെ മറ്റു മേഖലകളെ മാലിന്യമുക്തമാക്കാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തുന്നത്. അങ്ങനെ വലിയ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഗ്രീൻ ലീഫ് റേറ്റിംഗ് അതോടൊപ്പം തന്നെ ശുചിത്വ സ്കോളർഷിപ്പ്, ഇക്കോസെൻസ്, ഇത് രണ്ടും വളരെ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ രണ്ട് പദ്ധതികൾ ആരംഭിക്കുന്നതോടുകൂടി. റേറ്റിംഗ് നോക്കി ആളുകൾ ഈ സ്ഥാപനങ്ങളുടെ സേവനം ഉപയോഗിക്കുന്ന സ്ഥിതി വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് അതിന് കൂടുതൽ ഗൗരവം കൈവരും. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് Airbnb ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുന്നത് റിവ്യൂ നോക്കിയിട്ടാണ്. അതുപോലെ ഈ റേറ്റിംഗ് നോക്കിയിട്ട് ആളുകൾ റെസ്റ്റോറൻറ്റുകൾ ഉപയോഗിക്കുന്നത്, റേറ്റിംഗ് നോക്കിയിട്ട് ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റം വരണം. അപ്പോൾ ശുചിത്വം ഒരു പ്രധാന പരിഗണനയായിട്ട് വരണം. And it is on this occasion that with this background that the department has been discussing with other stakeholder departments including education, health, a lot of other departments on launching a couple of new programs. One of them is the Vidyarthi Harita Sena Scholarship. പ്രധാനമായിട്ടും രണ്ട് പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആദ്യമായി ശുചിത്വത്തിന്റെ മിഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി നമ്മുടെ ജോസ് സാറിന്റെ ഡിസൈനിങ്ങിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം കൂടിയായിരുന്നു ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം. ഈ ഗ്രീൻ ലീഫ് റേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പൊതുജന സമ്പർക്കം കൂടുതലുള്ളതും മാലിന്യം വളരെയധികം ഉത്പാദിപ്പിക്കുന്നതുമായ പൊതു ഇടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ സംരംഭകർ, പ്രത്യേകിച്ചും അതിൽ ഉൾപ്പെടുന്നത് വിവിധ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയൊക്കെയാണ്. ഈ മേഖലയിലെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും ശുചിത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ പൊതുജന പങ്കാളിത്തം കൂടി ഉറപ്പാക്കുന്ന ഒരു വിലയിരുത്തൽ പ്രക്രിയയാണ്. വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഈ വിദ്യാർത്ഥി സ്കോളർഷിപ്പ്, ഇക്കോസെൻസ് സ്കോളർഷിപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് അവർ സൊസൈറ്റി സെൻസിറ്റൈസ് ടുവേർഡ്സ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇന്നത്തെ പഞ്ചായത്തുകൾ, ഇന്നത്തെ 2025-24 നമ്മുടെ സംസ്ഥാനം തന്നെ ഒരു മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, അതെല്ലാം ഇന്നത്തെ കാര്യങ്ങളാണ്. പക്ഷെ നാളെയും 2030-ലും 2040-ലും 2050-ലും ഇതേ സ്റ്റേറ്റസ്, ഇതേ മാലിന്യമുക്ത പഞ്ചായത്തുകളായിട്ടും മുനിസിപ്പാലിറ്റീസായിട്ടും ഇത് തുടരണമെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സ്റ്റുഡൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ശുചിത്വ സ്കോളർഷിപ്പ് എന്ന ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പൊക്കെ വളരെയധികം സന്തോഷമാണ്. പീപ്പിൾ ആൻഡ് ദ പ്ലാനറ്റ് ആർ കണക്റ്റഡ്. ഭൂമിയും മനുഷ്യരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. നമ്മൾ എപ്പോഴെല്ലാം ഭൂമിയെ നശിപ്പിക്കുന്നുണ്ടോ, ഈ പ്രകൃതി മാതാവ് നശിപ്പിക്കുന്നുണ്ടോ, അത് തിരിച്ച് നമുക്ക് കിട്ടും, കിട്ടാതെ പോവില്ല. ബിക്കോസ് വി ആർ ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. നമ്മൾ എന്ത് ഭൂമിക്ക് ചെയ്താലും അത് നമുക്ക് തിരിച്ച് നമ്മളെ ബാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഈ ഒരു പഠനം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കാരണം ഈ ഒരു പഠനമാണ് ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അമ്മയായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഫെലോ ഇൻഹാബിറ്റന്റ് ഓഫ് പ്ലാനറ്റ് എർത്ത് എന്ന ഒരു ഐഡന്റിറ്റി ആയിരിക്കട്ടെ, എല്ലാ രീതിയിലും ഞാൻ ജീവിതത്തിനെ കുറിച്ച് കാണുന്ന കാഴ്ചപ്പാട് തന്നെ ഈ ഒരു പഠനം എന്നെ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ തുടക്കം തന്നെ നമ്മൾ ആരംഭിക്കുന്നത് ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തുകയും നമ്മുടെ എത്രയാണ് കെട്ടിക്കിടക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ, ഹസാഡസ് വേസ്റ്റ് എന്നുള്ള
വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റഡി നടത്തി ആ റിപ്പോർട്ട് ശുചിത്വ മിഷൻ തരുന്നതിന് ശേഷമായിട്ടാണ് നമ്മൾ CKCL കമ്പനിയുമായിട്ടും അതേപോലെ ഹസാർഡസ് വേസ്റ്റ് നീക്കുന്നതിന് വേണ്ടി എൻവറോൺമെൻറ്റൽ കമ്പനിയുമായിട്ടും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാവുന്നതും. അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ശുചിത്വം ഉറപ്പുവരുത്തുക എന്നൊരാശയത്തോടു കൂടി തന്നെ നമ്മളിതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഓരോ മെഡിക്കൽ കോളേജ് എടുത്താലും അതൊരു ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് എന്ന് വെച്ചാൽ വി ഹാവ് അക്കാഡമിക് ബ്ലോക്ക്, വി ഹാവ് ഹോസ്പിറ്റൽ ബ്ലോക്ക്, വി ഹാവ് ഷോപ്പിംഗ് ഏരിയാസ്, വി ഹാവ് റവന്യൂ ബ്ലോക്ക്, we have so many different facilities, also multiple institutions. Sometimes 200 മെഡിക്കൽ കോളേജ് എടുത്താൽ അവിടെ RCC, ചിത്ര പോലത്തെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഒരു ശുചിത്വം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സും ക്രിട്ടിക്കലുമാണ്. ക്രിട്ടിക്കൽ ഇൻ ദ സെൻസ് അത് നേരെ പരിപാലിച്ചില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അതിനൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ LSTD ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മിസ്റ്റർ സതീശൻ, എല്ലാവരും നമ്മുടെ ടീം, എൻ്റെ കൂടെയുള്ള ടീം, ഡോക്ടർ ബിലാൽ, ഡോക്ടർ റമീസ്, അതുപോലെ തന്നെ എന്നെ പല മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ കൊലീഗ്സ് എത്തിയിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ജോസ് സാറിനായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ദ പ്രോഗ്രസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫ്രം ദ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഓൾസോ ബീൻ appreciated by the department, and I am very happy that things are moving at a good pace. ഒറ്റ വാക്ക് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നുള്ളൂ. കാരണം ഞങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങിയപ്പം ഉള്ളതിനേക്കാൾ 100 ഇരട്ടി കോൺഫിഡൻസ് ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ടേക്ക് ഹോം. ഇത് തന്നെ അവരുടെ നിങ്ങളുടെയും ടേക്ക് ഹോം. ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിച്ച വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.